നമസ്കാരം ഗൈസ്, ആദ്യമാണ് ഡബ്ലോൺസിനെ പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോ രാവിലെ തുടങ്ങുമ്പോൾ 4 മണിക്ക് ഗൈസ് ഇരുട്ടാണ്, പുറത്തൊക്കെ വെളുത്തിട്ടുള്ളൂ. ഇത് നേരത്തെ എണീച്ച് നമുക്ക് വലിയ പാചകപ്പെടിയിലേക്കാണ്. കാരണം ഇന്ന് നമ്മൾ അവിടെ മോളുടെ വീട്ടിൽ ടെൻഷനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഷ്ടം കാഴ്ച കല്യാണം പോവാണ്. അപ്പോൾ ഡേറ്റ് ഒന്ന് ഏപ്രിൽ മെയ് 5 ഡേറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാമെന്നൊരു സ്ഥിതിയിട്ടുണ്ട്. ശരിക്കും അവർക്ക് ചടങ്ങുണ്ട്, എന്തോ ഒരു പേര് പറയും, എന്തോ ഒരു തളിയോ അങ്ങനെ എന്തോ പറയും, തളിയൂണം അങ്ങനെ എന്തോ പറയും. അപ്പോൾ അത് ശുദ്ധിയായിട്ടുണ്ട്. അതെന്തായാലും ഉച്ചയ്ക്ക് പറഞ്ഞുതരാം. മനസ്സിലാവും അവയൊരു കമന്റ് ചെയ്യാം. അപ്പോൾ ശരി, അതിനോട് രാവിലെ തന്നെ വെളുപ്പിന് വെച്ച് ഇത്രയും പണി തുടങ്ങിയിരിക്കുക. സാധനത്തിൽ എനിക്കത് തന്നെയാണ് 10 മണിയായാലും എനിക്ക് രാവിലെ വെളുപ്പം നേരത്തെ എന്താണ് പരിപ്പ് കഴുകി സാമ്പാറിനുള്ളത് വെക്കാൻ വേണ്ടി പോകുന്നു. പച്ചക്കറി അരിയാനുള്ളത് പുറത്തുകൊണ്ട് വെച്ചു. പുറത്ത് ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ബക്കറ്റൊക്കെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുന്നത് അതെ അതെ അതാണ്. പിന്നെ മാത്രമല്ല വെള്ളം അവിടെ നിന്ന് ചൂട് കൊണ്ടുവച്ചിരിക്കുകയാണ്. വെള്ളം ഞാൻ കോരി വച്ചിട്ട് വെള്ളം സ്ഥിതി എടുത്തു തന്നു. പിന്നെ അതുകൂടാതെ പുറത്ത് വെട്ടമില്ല, അത് വേറെ കാര്യം. സുഖത്തേക്കൊന്ന് കുക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ഞാൻ ചിലപ്പോൾ കുറച്ച് സമയം കിടക്കും. എനിക്ക് ഉറങ്ങി ഞാൻ തേങ്ങ കൊണ്ടിട്ട് പൊളിച്ച് കൊടുത്തിട്ടുണ്ട്. ചിരണ്ടി കൊടുക്കാൻ സുഖമുണ്ട്. അത് ചിലപ്പോൾ ഞാൻ കുറച്ച് ചിരണ്ടി കൊടുക്കും. അത് അത് ആ സമയത്ത് നേരം കൊടുക്കും തോന്നുന്നു അല്ലേ, കുറച്ചുകൂടി വെളിച്ചാവും തോന്നുന്നു. ഇതൊക്കെ വെച്ച് ലാസ്റ്റ് തേങ്ങ ചിരണ്ടി അപ്പം ചിരണ്ടി സുഖം പറഞ്ഞു. ഇപ്പോൾ ചിരണ്ടി വെക്കണമെന്ന് പറഞ്ഞു. കാരണം ഫുഡ് വെച്ചാൽ ഉച്ച നിൽക്കാനുള്ളതാണ് അല്ലേ. അതാണ് ചീത്തയായി പോകുമ്പോഴല്ല. കാരണം ഇത്രയും എളുപ്പം 4 മണിക്ക് ഉണ്ടാക്കി മതി. പൊതിച്ചോറ് കെട്ടി കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വാഴയിൽ. അപ്പോൾ എല്ലാം ഉണ്ടാക്കി നമുക്ക് താഴെ പോയിട്ട് പാത്രമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പൊതിച്ചോറായിട്ട് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നു. പുറത്ത് ഇരുട്ടതിൻ്റെ വല്ല ശ്രുതി ഇവിടെ തന്നെ ചെയ്യണത്, അല്ലെങ്കിൽ ശ്രുതി താഴത്തേക്ക് പോയേനെ. അപ്പോൾ പരിപ്പിനുള്ള വെള്ളം വെക്കാൻ വേണ്ടി പോവാണ്. പരിപ്പ് വേണ സമയം കൊണ്ട് പച്ചക്കറി സെറ്റാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യം വെച്ചാൽ അല്ലേ, എല്ലാം ചടപടെ തീർക്കണം. അതാണ് മെയിൻ കാര്യം. നമുക്ക് സമയം ഒട്ടുമില്ല. രാവിലെ ഒരു 10-11 മണിക്ക് മുമ്പ് പൊതിഞ്ഞ് കിട്ടി വെച്ചാൽ ഒരു ഉച്ചയ്ക്കാകുമ്പോഴേക്കും ആ വാഴയുടെ സ്മെല്ല് എല്ലാം പൊതിച്ചോറ് പോലെ ആയി വന്ന് വരുള്ളൂ അല്ലേ. പിന്നെ താഴെ വീട്ടിൽ പോയിട്ട് മീൻ എടുത്തുകൊണ്ടു. നമ്മൾ എന്തായാലും മീൻ വാങ്ങിച്ചാൽ താഴെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തൊന്ന് ആ മീനും കൊണ്ടുവന്ന് പായസം ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് സെറ്റാക്കി എടുക്കണം അല്ലേ. അങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കാൻ തന്നെ പ്ലാൻ ചെയ്തത്. നോൺ വെജ് സദ്യ. അപ്പോൾ മീൻ പൊതിച്ചോറ് വെക്കണമില്ല, പൊതിച്ചോറ് അതിൻ്റെ ഉള്ളിൽ മീൻ വെക്കണമില്ല. അതുകൊണ്ട് നമ്മൾ മീനും കൂടി വാങ്ങിച്ചത് അല്ലേ ശ്രുതി. പൊതിച്ചോറ് ആകുമ്പോൾ മീനോ മുട്ട വല്ലതും വേണമെന്ന് ശ്രുതി പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നോടെ. അതെ അതെ. അച്ചാറില്ല. അയ്യോ, അച്ചാർ വാങ്ങിച്ചിട്ടില്ലല്ലേ, പണി വാളിയില്ല. നേരം കൊടുക്കണം. നമ്മുടെ പറ്റിയാൽ നമുക്ക് പൊതിച്ചോറ് കിട്ടുമ്പോൾ അച്ചാർ വാങ്ങിക്കാൻ പറ്റും. അച്ചാർ വാങ്ങിക്കാം. കടയിൽ പോയിട്ട് നമുക്ക് അച്ചാറില്ലേ, കുഴപ്പമില്ല. ചമ്മന്തി ഉണ്ട്, എന്നാലും അച്ചാർ വേണമല്ലോ. നമ്മൾ അച്ചാറിൽ മറന്നുപോയി കഴിച്ചിരിക്കുന്ന കാര്യം വാങ്ങിക്കണം. ഇന്നലെ വൈകിട്ട് പോയപ്പോൾ പെട്ടെന്ന് വരും തുടങ്ങി. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. രാത്രി കരണ്ടൊക്കെ പോയി പണിയിട്ട് ഇടയ്ക്കൊക്കെ, എങ്കിലും കുഴപ്പമില്ല. അത് ഇന്നത്തെ ടൈമിൽ ഫ്ലോസിന് കണ്ടു തുടങ്ങിക്കോളും. എന്തായാലും ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ശ്രുതി അത് ഉണ്ടാക്കുന്ന സമയത്ത് വഴിയെ കാണിച്ചു തരും. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണം അല്ലേ. കാരണം ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പ്ലാനൊക്കെ മാറും. വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പ്ലാൻ മാറ്റി ശ്രുതി വേറെ ഉണ്ടാക്കും. ശ്രുതിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പില്ലാത്ത അവസ്ഥ എന്തൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വീഡിയോ പറഞ്ഞിതാക്കുന്നില്ല. നമുക്ക് കാണാം എന്തൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ. ലാസ്റ്റ് പൊതിച്ചോറ് കിട്ടി കഴിഞ്ഞിട്ടും നമ്മൾ പൊതിച്ചോറ് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതൊക്കെ പൊടിച്ച് തുറക്കുമ്പോൾ കാണിച്ചു തന്നേക്കല്ല അല്ലേ. പച്ചക്കറിയുള്ള സമയമായിട്ടുണ്ട്. ഏവട്ടെ അങ്ങനെ അവിയലിനുള്ള രക്തം പോകാറുണ്ട്. എൻ്റെ നേരിൽ അവിയലുള്ള പച്ചക്കറി തീരാതെ കൈ നമ്മൾ എടുത്ത് കൊടുക്കണം. എന്തെങ്കിലും പണി ചെയ്യുന്നതിനെ ആദ്യമേ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് പോകുന്ന ശ്രുതി ചെയ്തുകൊണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് അതെടുത്ത് കൊടുക്കുക. ഇതെടുക്ക്, അത് ഇത് ചെയ്യുന്നത് എന്നെ വിളിച്ച് ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് തീരെ വയ്യ, വേറെ കാര്യം. വളരെ ചെറിയ വെളുത്തുള്ളി പോയി. സാധാരണ വെളുത്തുള്ളി വലുത് വാങ്ങിക്കാറ്. ഇത് ലാസ്റ്റ് ടൈം വാങ്ങിച്ചത് കുറച്ച് മാസമായില്ലേ, ഒരു 3 മാസത്തേക്കുള്ളിൽ ആയി തോന്നുന്നു. അത് ചെറുതായി പോയി. ചേട്ടൊന്ന് മയങ്ങിപ്പോയി കഴിച്ചു. സൂര്യ വന്നിക്കുന്ന സമയത്ത് സാമ്പാറൊക്കെ അടുപ്പ് വെച്ചു അല്ലേ. പിന്നെ അവിയൽ വെച്ചല്ലേ, അവിയൽ ഉണ്ടാക്കുന്ന ഇപ്പുറത്ത് വെച്ച് സാമ്പാറിനുണ്ട്. പച്ചക്കറി കേട്ടോ സാമ്പാറിന് എല്ലാം ഇട്ട് കഴിച്ചു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ചേട്ടൻ ഉറങ്ങിപ്പോയി. അത് പിന്നെ ഞാൻ ഉറങ്ങുമ്പോൾ വിട്ടതാണ്. പിന്നെ ഞാൻ അവിടെ തന്നെ വീട്ടിലാണ്. എന്തായാലും സാമ്പാറിനോട് പുളിയൊക്കെ അരച്ചു ഇതായിക്കൊണ്ടിരിക്കുകയാണ്, സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ആവട്ടെ അല്ലേ ശ്രുതി. അവിയലിൻ്റെ പച്ചക്കറി കഴിക്കൊണ്ടിരിക്കുകയാണ്. അത് ശ്രുതി ഇറക്കി സെറ്റാക്കണം. അതേപോലെ ഷാവാറായി അല്ലേ, അതേപോലെ ഷാവാറായി. ഓരോരുത്തർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഉറപ്പ് വെച്ചാലും ചെയ്യാം. നമുക്കൊരാദ്യം ഉറപ്പ് വെച്ചൊന്നും ചെയ്യാറുമില്ല. കേട്ടോ ശ്രുതി. അത് ചെയ്തിട്ടുണ്ടായല്ലോ. എങ്ങനെ പറഞ്ഞു. അപ്പോൾ
ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരാരും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുന്നതിനാണ് നീ. ഒരു തേങ്ങ വന്നു ഗൈസ്, നമ്മൾ ഈ തെങ്ങിന് തേങ്ങ വന്നത് താഴത്തേക്ക് ഉരുണ്ട് പോയി. അപ്പോൾ അതെടുക്കാൻ നോക്കണം, ശ്രദ്ധിക്കണം. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് വല്ല പന്നി വന്ന് ഞാൻ തേങ്ങ കൊണ്ടും കുറച്ചുകൂടി വെളിച്ചമായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ സുഖമില്ല. ശ്രുതിപ്പോൾ ചിലപ്പോൾ കിടക്കാൻ വേണ്ടി പോകും. കിടന്നെങ്കിൽ നമ്മളിതിനെ കിടന്ന് സൈഡിലേക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മാങ്ങ പന്നൊന്നെല്ലാം കൊണ്ടുപോകും. ഒരു മാങ്ങ കിട്ടി, എന്തായാലും നോക്കട്ടെ. ശ്രുതി അവിടെ എത്തി തേങ്ങ എടുക്കണം. നല്ലതാണോ? നല്ല തേങ്ങ, നല്ല പച്ച തേങ്ങ വെച്ചിട്ട് കൊണ്ടുപോവാ. തിരിച്ചു വരട്ടെ. മൊത്തമായി കൂടെ കയറുക, ഇതിൽ കൂടെ കയറണ്ട. എന്തിനാണ് റിസ്ക് എടുക്കണത്? കയറാൻ പറ്റുമോ? ശ്രദ്ധിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ? കുഴപ്പമില്ല. വന്നു നല്ലൊരു തേങ്ങയാണ് കിട്ടിയത്. ശ്രുതി തെങ്ങിന് ആദ്യത്തെ തേങ്ങ കിട്ടുന്നത് കിട്ടിയൊന്ന് പച്ച തേങ്ങ തന്നെ ഇരിക്കട്ടെ. പന്നി കൊണ്ടുപോയി ഞാൻ വാങ്ങി നോക്കിയിട്ട് സാമ്പാർ ചായ കഴിഞ്ഞ് പച്ചക്കറി കഴിക്കുന്നത് താളിച്ചെടുത്ത സാമ്പാർ ചേർക്കും. സാമ്പാറാണ് ചെയ്തത്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചിരിക്കാം. തോരണം മെഴുക്കുറ്റിയാണോ? മെഴുക്കുറ്റിക്കുള്ള ഉണ്ടാക്കിയത് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയൊക്കെ കഴിക്കുന്നുണ്ട്. അതിനാണ് മോചർക്ക് ഇഞ്ചിയൊക്കെ ഉണ്ടാക്കി മോളോട്ട് മീൻ കറി കൂടി ഉണ്ടാക്കണം. പ്ലാനുണ്ട് സുറിക്ക് പറ്റുമെങ്കിൽ മാത്രം. അപ്പോൾ അതിനുള്ള സംഭവം ചെയ്യണം. അതൊക്കെ പരിപാടി ഉണ്ടാക്കിയാൽ മെഴുക്കുരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ തേങ്ങ തേങ്ങ ഉണ്ടാക്കി ഞാൻ തേങ്ങ കൊടുത്താൽ ഞാൻ സുറിക്ക് പെട്ടെന്ന് അവിയലുണ്ടാക്കണം. അതെ ശരിക്കണം. ശരി പങ്കാത്ത ഇത്രയും പണി തീർത്തോണ്ടിരിക്കാം. വേറെ അതാണ് എനിക്ക് പോലും എന്ന് വെച്ചാൽ എനിക്ക് വെച്ചാൽ മതിയാണ്. ഞാൻ പണ്ടെന്താ വെച്ചിട്ടുണ്ട്, പണ്ട് വാളയിൽ തുറയുന്നുണ്ട്, ഇപ്പോഴും വാള തുറക്കാൻ പറ്റുമോ? എൻ്റെ തന്നെ ഞാൻ തന്നെ പട്ടിയെ പോലെ പോകണമെന്ന് കെഞ്ചണം. ഓരോ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടിയിട്ട്. അതാണ് അതാണ് ഞാൻ തേങ്ങ കൊടുക്കണ്ടേ. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. മനസ്സിലായില്ലേ? പുതിയ ഞാൻ കുറ്റപ്പെടുത്തും, എല്ലാം പറയും. കുറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്. അപ്പോൾ വേണമെങ്കിൽ തേങ്ങ പറ്റും രാവിലെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് വേണം ചെയ്യുന്ന പട്ടിക്കുന്നത് രാവിലെയൊക്കെ. കുഴപ്പമില്ല, പോട്ടെ. ഞാൻ തേങ്ങ എനിക്കിത് തേങ്ങ ചെറുതി തരയാണ്. ഞാനവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തേങ്ങ ചെറുതായിട്ട് മോട്ടോർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുളി വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെഴുക്കിട്ട് ഷായി എന്തൊക്കെ അല്ലേ? അതിന് മാറ്റി ആ പാത്രത്തിന് അവിൽ വെക്കണം. ഒക്കെയാണ്. പിന്നെ വേറെ പാത്രമുണ്ട് അല്ലേ? അവിലിനുള്ള മറ്റൊക്കെ പുള്ളി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബാക്കി ചെയ്താൽ വെറുതെ കുക്കിങ്ങിൽ നക്കി നക്കി തിന്നുകൊണ്ട് കുക്ക് ചെയ്തിരിക്കുകയാണ്. രാവിലെ പല്ല് വെച്ചിട്ടില്ല, അത് വേറെ കാര്യം. തീറ്റൊക്കെ കുറവില്ല, പല്ല് വെച്ചിട്ടില്ല. പിന്നെ നേരത്തെ വെച്ചു പല്ലേക്കായിരിക്കും പറ്റും. പല്ലേക്കാരി എന്തായാലും രാവിലെ പല്ലേക്കണമെന്ന് പരിപാടി ഉണ്ടല്ല. മറന്നുപോയി. പല്ലേക്കാരി തിന്നുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോഴും അടിയിടാത്ത കുഴപ്പമുണ്ട്. അപ്പോൾ അടി വേണമെങ്കിൽ ഞാൻ തരാൻ കുഴപ്പമൊന്നുമില്ല. പാത്രം കഴിക്കില്ല. വെള്ളമൊക്കെ മുറിക്കാനായിട്ട് കുക്കിംഗ് ആവശ്യം വേണമല്ലോ. നിന്റെ കുടുംബത്തിൽ കുപ്പി കാലേക്ക് ഇട്ടിട്ടാണെങ്കിൽ വെള്ളം നിറയ്ക്കാം. തീർക്കാം. വലിയ കിട്ടാതെ ഞാൻ അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് അതെടുത്തു വാ. അതെന്തിനാണ് വേണമെന്ന് മനസ്സിലായി. എന്തിനാണെന്ന് അത് ചോദിച്ചത്. കൊണ്ടുപോകുന്ന ട്രെയിനൊക്കെ തിരിച്ചു കൊണ്ടുപോകണോട്ടാ. കൊണ്ടുപോകുന്ന ട്രെയിനൊക്കെ തിരിച്ചു കൊണ്ടുപോകണം. കുറച്ചുണ്ടാക്കിയുള്ളൂ. കാരണം സാമ്പാറുണ്ടല്ലോ. പിന്നെ മോര് അത്ര ആവശ്യമില്ല. എന്നാലും കുറച്ചുണ്ടാക്കാൻ വെച്ച് ഉണ്ടാക്കിയതാണ് അല്ലേ?
ചോറിൽ വെന്ത് കുഴഞ്ഞു പോകും. പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ലല്ലോ അല്ലേ? ഇതൊരു ഫ്ലോയിൽ ചെയ്താണ്ട് ചെയ്ത് പോകും. പിന്നെ എന്തെങ്കിലും അവിടെ കിടന്ന് ഇതായി പോകും, മടി കയറിക്കുന്ന പിന്നെ ശ്രുതി അനങ്ങൂല. എപ്പോഴും വീഡിയോയിൽ ഞാനും ശ്രുതിയെ കുറ്റം പറഞ്ഞ് അടിനാക്കുന്നത് മടി പിടിക്കുന്ന കാര്യത്തിലാണ്. ഇന്നെന്തോ ശ്രുതി മടി പിടിക്കാതെല്ലാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചെയ്യട്ടെ. അവിടെ ചെയ്യേണ്ടത് ചെയ്യാണ്. ഞാനാണ്ട് നീ പറഞ്ഞിതാക്കുന്നില്ല. ശ്രുതി മടിയാണ്, പറയുമ്പോൾ ഇഷ്ടപ്പെടാൻ വീണ്ടും മടിയാവും. ശ്രുതി ശ്രുതി അങ്ങനെ കേസ് നമ്മൾ പണി പറഞ്ഞാൽ ചെയ്യൂല. അതേ അവൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ അവൾ നന്നായിട്ട് പണിയെടുക്കും. നന്നായിട്ട് വെച്ചാൽ നന്നായിട്ട് പണിയെടുക്കും, പട്ടേ പണിയെടുക്കും. പിന്നെ സ്വന്തം വീട്ടിൽ പണിയെടുക്കാൻ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും നാട്ടുകാരുടെ വീട്ടിലും പണിയെടുക്കും. അതാണ് കാര്യം. അതങ്ങനെയാണ്. അത് ശ്രുതിക്ക് ചെറുപ്പമുള്ള ശീലമാണ്. ശരി, വീട്ടിലേക്ക് ചോദിക്കും. ശരി, സ്വന്തം വീട്ടിൽ പണിയെടുത്തില്ല, നമ്മുടെ വീട്ടിൽ പോയി പട്ടി പണിയെടുത്ത് നോക്കും. പക്ഷെ പൈസക്കല്ല, ഫ്രീ ആയിട്ട് പോലും. ഇപ്പൊ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ഹെൽപ്പ് ചെയ്ത് വൃത്തിയാക്കി, മുകളിൽ അവരുടെ വീട്ടിൽ വൃത്തിയാക്കാൻ വേണ്ടി ഹെൽപ്പ് വേണ്ടി ചിറ്റാൻ പോകണം. ഇഷ്ടമില്ല, അവർക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ വേണ്ടി കൂടെ പോകുന്നത്. നീ ഇപ്പോൾ അവിടെ വീട് വൃത്തിയാക്കാൻ വേണ്ടി പോകണം. സ്വന്തം റൂം വൃത്തിയാക്കിയിട്ടില്ല, അവിടെ എൻ്റെ ഹെഡ്ഫോൺ കാണാൻ ഷെൽഫ് തപ്പി എടുക്കണം, ആ വൃത്തിയാക്കി ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നടത്തിയിട്ടില്ല. 2 ദിവസമായിട്ട് അത് കാക്കിയിട്ടില്ല ഇപ്പോൾ. അപ്പോൾ അതൊന്നും തപ്പിയെടുക്കാൻ ഹെൽപ്പായിട്ടില്ല. പക്ഷേ സമയം ഉണ്ടെങ്കിൽ ചെയ്യാനുണ്ട്, അതുപോലെ ഹെൽപ്പ് ചെയ്യാം. അതാണ് ചോറ് പായസവും മെയിനായിട്ടും ചെയ്യട്ടെ, കുഴപ്പമില്ല. അതാണ് വലിയ മറ്റേ എന്താണ് കുടുംബശ്രീ അരിയാണ്. നമസ്തേ മറ്റേ SNDP കിട്ടിയ കുടുംബശ്രീ അരിയാണ്. എന്തായാലും നന്നായിട്ട് വൃത്തിയാക്കി വീണ് കുപ്പിച്ചാരി വെക്കും, അതാണ് വെള്ളം പടിഞ്ഞു പോകും. നിലത്ത് വീഴാൻ പാടില്ല. തറ അങ്ങനെ ചെയ്യാൻ വൃത്തിയാക്കാൻ തറയല്ലോ. കൈത വന്നിലേക്ക് ആയിരുന്നെങ്കിൽ അത് സിമെന്റ് ഇട്ട് തേച്ച് മെഴുകിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് തുറച്ചെടുക്കായിരുന്നു. ഈ തറയിൽ തുറക്കാൻ പറ്റില്ല, കിണറിൽ വെള്ളം പറ്റും. കോരി ഇവിടെ കഴുകാൻ നോക്കിയാൽ മതി. നമ്മളിവിടെ കഴിയിട്ടുണ്ട്, കഴിയിട്ടുണ്ടോ നമ്മൾ അത് നമുക്ക് കിണറുള്ള സമയത്തല്ല, താഴ്ന്ന് കിണറില്ലാത്ത സമയത്ത് താഴെ പോയി വെള്ളം കോരിക്കൊണ്ട് വന്നില്ലേ, നല്ല പണി എടുത്തിട്ടുണ്ട്. എൻ്റെ ഒന്നും അപ്പോഴൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് കിണറിൻ്റെ ഇത്രയും കഷ്ടപ്പാടുണ്ടല്ലോ എന്ന്. കാരണം ഒറ്റയ്ക്ക് മല കയറലാനും പണിയുടെ കേസ്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ലോഡ് വെള്ളം ബക്കറ്റുമായിട്ട് മല കയറി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ടാസ്ക് ആയിട്ടുള്ള പണികൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ശ്രുതി ചോറ് പിടിക്കാൻ വിളിച്ച് പോയി, ചോറ് പിടിക്കാൻ കുറഞ്ഞു ഓൾറെഡി മുമ്പ് നല്ല സാധനമാണ്. നമ്മുടെ കേസ് എല്ലാം വൃത്തിയാക്കി തുടച്ച് അതിനെ അടുപ്പൊക്കെ കമത്തി വെച്ചിട്ട് വെള്ളം പിടിക്കാനായിട്ട്. ഇന്നിപ്പോൾ വന്നിട്ട് ബാക്കി കുക്കിങ് ചെയ്യാമല്ലോ, അത്രേ ഉള്ളൂ. ചോറടിച്ചോണ്ടിരിക്കുന്നു. ശ്രുതിക്ക് ഓട്ടപാത്രത്തിലും അല്ല, അല്ലാതെ ഇങ്ങനെ കുത്തിച്ചരി വെച്ച് പഠിക്കാനും അറിയാം അല്ലേ ശ്രുതി? ആദ്യമേ കുറച്ച് കുഞ്ഞുങ്ങളെ കളിയാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ പാത്രം എടുത്ത് താഴെ പോണ്ടേ, ഇവിടെ തന്നെ പഠിച്ചു വെക്കാൻ അല്ലേ ശ്രുതി? കാരണം ചെറിയ പാത്രമാണ് കേസ്, കഞ്ഞിവെള്ളം നിറഞ്ഞ് പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഈ കുഞ്ഞു പാത്രത്തിലാണ് ഇതിലാണ് പഠിക്കുന്നത്, അതിലിരിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരുപാട് കഞ്ഞിവെള്ളം ഇരിക്കില്ലല്ലോ. അപ്പോൾ കഞ്ഞിവെള്ളം കുറച്ച് കളഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നിറഞ്ഞ് പുറത്തേക്ക് പോകില്ല. അതെ പറഞ്ഞ കുറ്റമാണ്, വൃത്തിയാക്കണം ഗൈസ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മത്സരമായിട്ടല്ലേ കുക്ക് ചെയ്യുള്ളൂ. കുക്കിങ് കഴിഞ്ഞ ശേഷം അതാണ് ഒതുക്കി പറിക്കുന്ന കുക്കിങ് ആർക്കും പറ്റില്ലല്ലോ, മത്സരമായിട്ട് കുക്ക് ചെയ്യുള്ളൂ. അതിനുള്ള സൗകര്യം കുറവാണ് നമുക്ക് ഒതുക്കി പറിക്ക് കുക്ക് ചെയ്യാനാണെങ്കിൽ. അപ്പോൾ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ശരിക്കും മത്സരമായിട്ട് കുക്ക് ചെയ്യണത്. പക്ഷേ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു സമയം കഴിയുമ്പോൾ വൃത്തിയാക്കില്ല, അത്രേ ഉള്ളൂ. അല്ലെ കുക്ക് ചെയ്തതിൻ്റെ ക്ഷീണം മാറിയിട്ട് കുറച്ച് വീണ്ടും വൃത്തിയാക്കും അല്ലേ ശ്രുതി? എന്തായാലും വൃത്തിയാക്കും, വൃത്തിയാക്കാതിരിക്കുന്നില്ല. റൂം വൃത്തിയാക്കണം. നമ്മുടെ ഹരിത മസാല കൊണ്ടുപോകത്ത് എടുത്ത് പുറത്ത് വെച്ചാൽ പറ്റില്ല. പുറത്ത് വെച്ചാലും മഴയൊക്കെ കാക്കൊത്ത് വലിക്കും, മഴ പെയ്യും. പിന്നെ മഴ പെയ്താൽ ഈ പറഞ്ഞ പോലെ വെള്ളം കയറും. പിന്നെ അവർക്ക് ഉണങ്ങിയാലേ അവർ എടുക്കുള്ളൂ. അതെ അതെ, ഉള്ളത് വെച്ച് നമ്മളെ വൃത്തിക്കാക്കുന്നുണ്ട് അല്ലേ ശ്രുതി? ചോറ് പിടിക്കണം, ചോറ് പിടിക്കാം. അത് വെച്ചിട്ട് പോയി വെള്ളം എടുക്കണം.
പാത്രം കഴുകണം, പല്ല് വെച്ച് ഫ്രഷപ്പ് ആവണം, കുറേ പരിപാടിയുണ്ട് ഗൈസ്. ആ ഇരിക്കും. നീയല്ല ചെയ്താൽ കളഞ്ഞൂടെ ഇരിക്കും പറ്റുമെന്നൊക്കെ. അപ്പോൾ ഈ പാത്രം നേരത്തെ അതിൽ അടിച്ചുകൊണ്ടിരുന്നത് കുക്കറിന്റെ മണ്ടയിൽ വെക്കും, അല്ലെങ്കിൽ ഓട്ടപാത്രത്തിന്റെ മണ്ടയിൽ വെക്കും. കാക്ക ഒന്ന് കൊത്തായിരിക്കട്ടെ. വൃത്തിയാക്കത് നമ്മുടെ ഷെൽഫിൽ 2 ഷെൽഫ് വൃത്തിയാക്കാറുണ്ട്. ഇവിടുത്തെ 2 ഷെൽഫും കൊടുത്ത് കഴിയുന്നുണ്ട് വെക്കും. ഒന്ന് കിച്ചണിൽ ഫുഡ് വെച്ചിൻ്റെ ഷെൽഫും ഒന്ന് മുട്ടൂടി വെച്ച് വെച്ചു. ഇല്ലായിരുന്നു കാരണം മറ്റേ എരി കയറി മറ്റേ മുളക് പൊടി അല്ലേ ഫുൾ എരി കൊണ്ടുപോയി. പിന്നെ ഈ പറഞ്ഞ പോലെ കിച്ചണിലെ ഫുഡിൻ്റെ പാക്കറ്റും എരി കയറിയിട്ട് പാക്കറ്റ് പൊട്ടിച്ച് കുട്ടികളാണ് ആ ഷെൽഫിൽ വീണ് അങ്ങനെ കുട്ടികളായി. അതൊക്കെ അതെന്താണ് ഇത് കിടക്കണോ? അതല്ല ബ്രഷാ പാത്രം സോപ്പാ. ലോഷൻ എടുത്താ? അപ്പോൾ ഞാൻ പോയിട്ട് വെള്ളം കൊടുത്ത കേസ് പുതിയ പാത്രം ഞാൻ കുട്ടിയാക്കാൻ വേണ്ടി പോകണം. എനിക്ക് വെള്ളം പറയാനുണ്ട്. വെള്ളം കുട്ടിയെ കൂട്ടാൽ പഴുത് തോന്നുന്നില്ല. അതാണ് ഏത് വെണ്ടയ്ക്ക കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് മടിപ്പിച്ചു. അതാണ് പല്ലിച്ച് തുണിയൊക്കെ വേണ്ടി പോകണം. ഞാൻ വേണ്ടി വെള്ളം വെച്ചിട്ടിടാം. ചോപ്പക്കിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തോളാം കൊണ്ട് വെച്ചിട്ടിടാം. നമുക്ക് ശ്രുതി പല്ലിച്ച് പ്രശ്നപ്പാവും അല്ലേ ശ്രുതി? നമ്മൾ വെച്ചിട്ടിടാം ഗേസ്. മാറി ഗ്യാപ്പോ ഗേസ് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അടച്ചോക്കട്ടെ. ഇത് കുക്കിങ്ങുള്ളതാണ്. അടച്ചു വരുമ്പോൾ അതുപോലെ ഉണങ്ങി തോന്നുന്നു. വെച്ചപ്പോഴേക്കും ഉണങ്ങി നിങ്ങൾ പല്ലിച്ച് പ്രശ്നപ്പാവും. വെള്ളം കൊടുക്കും. ഈ ടൈം കൊണ്ട് കഴിഞ്ഞാൽ ഓടിപ്പോട്ടെ. ഫോൺ ചാർജ് ഫോൺ ചാർജ് പോവാം. ഇങ്ങനെ പണിയൊക്കെ തീർക്കുന്നു കുക്കിങ്. പിന്നെ ശ്രുതി താഴെ മീനിലൊക്കെ വേണ്ടി പിടിക്കാം. താഴെ വീട്ടിൽ മീൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ശ്രുതി അതൊക്കെ വരും. അതൊക്കെ ഇനി റെസ്റ്റാണ്. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ശ്രുതി എന്നിട്ട് ബാക്കി ചെയ്യാം. തുണി ഉള്ളത് ആകുന്നുള്ളൂ. അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എടുക്കാന്നുള്ളത് നടത്തുന്നുണ്ടല്ലോ. വലക്കാവുന്ന ലോഷൻ അവിടെ ഉണ്ട്. അതെടുത്ത് വേണം മറന്നുപോയി. അതെടുത്തുകൊണ്ടിരണം. ഇനി ബാക്കി കുപ്പിയിൽ നിറയ്ക്കാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി പോകുമ്പോഴാണ്. ഇപ്പോഴല്ല എന്തായാലും വൈകിട്ട് കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇറക്കിവിടുന്നുണ്ട്. എന്തെങ്കിലും നിറയ്ക്കാനുണ്ടെങ്കിൽ തന്നെ ഈ ലോഷൻ കൊടുത്തിട്ടെ. അവിടെ ലോഷൻ നിൽക്കാൻ ഓഫീസ് ഇത് വീട്ടിൽ എടുത്ത് പോകാൻ പുറത്ത് വെച്ചിട്ട് അതിലെടുത്തോട്ട് പോയാൽ അത് തുണി കിടക്കുന്ന ലോഷനാണ്. നമ്മുടെ കെ സ്റ്റോർ വാങ്ങുന്നതാണ്. നമ്മുടെ പൈസ കൊണ്ട് 19 എന്തോ കുറവുണ്ട്. കെ സ്റ്റോർ വാങ്ങുമ്പോൾ അവിടെ വാങ്ങിച്ചത്. അങ്ങനെ എല്ലാ പണം തീർത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ക്ലാസ്സിന് സ്റ്റുഡിയോ വന്നിട്ട് പറയാം. മീൻ എടുത്തുകൊണ്ട് ഞാൻ കാണിച്ചാൽ മീനെ കൊണ്ടുവന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ മുന്നേ ഇപ്പോൾ വിറകേൻ്റെ തലയിൽ കുത്തി കയറിയുന്നത് ചെറുതാണ്ട് മുട്ടി കഴിഞ്ഞാൽ അത് വലിയ ബോക്സിൽ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിരിക്കുന്നു. അത് ഐസാണ്. നല്ല വേസ് മീനും പാലും നമുക്ക് ഐസായിട്ട് എടുക്കുന്നു. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. പഞ്ച് വെച്ചിരിക്കുന്നു. വീട് എടുത്തിട്ട് പാല് മൊത്തം മീനിൻ്റെ അത് വെച്ചിരുന്നു. അപ്പോൾ ഐസ് മാത്രമല്ല എന്നിട്ട് നമുക്ക് നല്ല വീട് എടുത്ത് പോകാം. അതിനൊരു സ്തുതി വേറെ എന്തോ കുക്കിംഗ് വേണ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഫുള്ള് സ്തുതി നല്ല പണിയിലാണ്. വല്ലപ്പോഴും പോയി ചെയ്യട്ടെ. എപ്പോഴും നമുക്ക് പൊളിച്ചു കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പൊളിച്ചു കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ദിവസം നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പ്ലാനാണ്. ശ്രുതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാൽ ഉപ്മാവാവുന്നേ ഉള്ളൂ. ഇവിടെ കുറച്ചുണ്ടാക്കും. രാവിലത്തെ പോയി നേരത്തെ കുറച്ചുണ്ടാക്കുമ്പോൾ ഉപ്മാവ്. അതെ ഇപ്പം 10:30 ചോറ് കഴിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവ് കഴിക്കണം. ഉപ്മാവ് കഴിക്കാൻ വേണ്ടി പോകണം. എൻ്റെ ഒപ്പം പുറത്ത് കുറച്ച് സാമ്പാർ ചേർത്ത് ഉപ്മാവ് കഴിക്കാം. എനിക്ക് കറി വേണം അറിഞ്ഞൂടെ ശ്രുതി? എനിക്ക് അവിടെ വേണ്ട കുറച്ച്. എനിക്ക് കറി എന്തായാലും വേണം ഗൈസ്. കാരണം എനിക്ക് ചെരുവ് കൂട്ടി കഴിക്കുന്ന ഇഷ്ടം. എനിക്ക് പുട്ടിന് ഉപ്മാവിന് കറി പപ്പടം കുഴപ്പമില്ല. പക്ഷേ പുട്ടിന് പപ്പടം വേണം. ഉപ്മാവിന് പപ്പടം കുഴപ്പമില്ല. പക്ഷേ കറി വേണം. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഫുഡൊക്കെ ഇഷ്ടമെന്ന് വെച്ചാൽ ഇപ്പോൾ ദോശ ഉണ്ടാക്കണം. തക്കാളി ചമ്മന്തി വേണം, മുളക് ചമ്മന്തി വേണം, പിന്നെ സാമ്പാർ വേണം, തേങ്ങ ചമ്മന്തി വേണം. ആയിക്കോട്ടെ നമുക്ക് അതിൽ തന്നെ കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശ്രുതിക്ക് വയ്യ പാസ്പോർട്ടോട് കഴിക്കരുത് ഇല്ലേ ശ്രുതി? അതാണ് ഇന്ന് ശ്രുതി ശരിക്കും വാങ്ങാൻ പറ്റില്ല ശ്രുതിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിച്ചു. ഇത് സാമ്പാർ കട്ടി കഴിക്കാനില്ല. ഇവരൊക്കെ വെള്ളം പോലെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി കഴിക്കില്ല. നമുക്ക് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കുന്ന ഇഷ്ടം. ഇപ്രാവശ്യം സാമ്പാർ പൊടി അത്ര പോലെ കേസ് അത് സംഭവം ഒരു 10 രൂപയുടെ സാമ്പാർ പൊടി ഇതിന് കിട്ടിയത് നമ്മൾ കെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച സാമ്പാർ പൊടി ശ്രുതി. അതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും സംശയമാണ്. കാരണം കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമില്ല. നമ്മൾ ബ്രാഹ്മിൻസിൻ്റെ ഈസ്റ്റേണൊക്കെ വാങ്ങിക്കാറ്. ഇത് ഏതോ ശരിക്കും ഒരു യെല്ലോ
ഷെയ്ഡും ആ ഒരു സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ്. പക്ഷെ ഇതിന് 10 രൂപയുടെ ഒരു പൊടിയായിരുന്നു നമ്മളെ കെ സ്റ്റോറിൽ നിന്നിട്ട്. ഫുള്ളോട്ട് എന്നിട്ടും ആ ഒരു സാമ്പാറിൻ്റെ ഫീൽ വന്നില്ല. നമ്മൾ നേരത്തെ ടേസ്റ്റ് നോക്കിയാണ് ഉണ്ടാക്കുന്നത്. മുളകും മല്ലിയിട്ട് അല്ലാതെ വെച്ചത്. അതാണ് മല്ലിപ്പൊടി അന്വേഷിച്ചിട്ടില്ലേ? സാമ്പാർ പൊടി ഇല്ലാതെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കില്ല പറയുന്നില്ല. പക്ഷെ എന്നാലും ഇത് ഉള്ളതിൻ്റെ എല്ലാ പ്രതീക്ഷ ഉണ്ടാക്കിയതാണ്. സൗണ്ട് കഴിക്കട്ടെ ഇരുണ്ടാ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേസ്. ഇത് കഴിച്ചു തുടങ്ങി. ഞാൻ ഈ സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോകണം. ചിക്കൻ കറി കൂടുതൽ. ഇന്നലെ പിന്നെ UDF ജയിച്ചാൽ അതിൻ്റെ ഒരു റീല് നമ്മൾ ചെയ്യണം എല്ലാവരും പറഞ്ഞ് ചെയ്യണം. അപ്പോൾ നോട്ടെ. അപ്പോൾ ശ്രുതി മീൻ വെക്കണം, സാമ്പാർ ചെമ്മീൻ നന്നാക്കണം, പിന്നെ പാത്രം ഞാനോട് പ്ലാൻ റെഡിയാണ്. അതിനകത്തോട് നിന്ന് മീൻ നന്നാക്കാൻ വെയിലത്തിരിക്കാൻ ചെയ്യാത്തതുകൊണ്ട് ശ്രുതിക്കാൻ സ്റ്റോൾ ഞാൻ കൂടെ കൊടുത്ത് കയറി ഇരുന്ന് ചെയ്യുന്നത് അല്ലേ ശ്രുതി? ശരി മീൻ നോക്കട്ടെ. എന്നിട്ട് പാത്രം ഞാൻ കൊണ്ടുവെക്കും. ശരി മീൻ നോക്കിട്ട് വരാം. എന്താണ് കയ്യിലുള്ള മീൻ നോക്കട്ടെ. ഞാൻ പാത്രം കൊണ്ടുപോകാത്ത വെക്കാം. പുറത്ത് നോക്കിയാവും. പാത്രം വേണോ? ഈ പാത്രം ഞാൻ കൊണ്ടുപോട്ടെ. അങ്ങനെ പാല് ഞാൻ കൊണ്ടുപോകാം. ശ്രുതി മീൻ നോക്കിട്ട് വരട്ടെ. പോട്ടെ കേസ്. വെട്ടാൻ പോകാനുള്ള ധൃതി കാരണം ആർജയാണ് ഇന്ന് മീൻകറി വെക്കുന്നത് അല്ലേ ചേട്ടാ? അപ്പോൾ എന്തായാലും ആർജ മീൻകറി വെക്കട്ടെ. ഞാൻ മീനുള്ള എല്ലാ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയിട്ട് ആ സമയം കൊണ്ട് ഞാൻ എല്ലാം വെട്ടിയിട്ട് വരാനാണ്. സമയമില്ല, മണി 12 ആവാറായി. പെട്ടെന്ന് പോകണം, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എന്നാൽ പോയിട്ട് വരാം. അതാണ്, പെട്ടെന്ന് പോയിട്ട് വരാം. മസാലയൊക്കെ സെറ്റാക്കി വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെട്ടി തിളച്ച് നമുക്ക് മീൻ എടുത്തിടണം. മീൻകറി കൊണ്ടിടണം. എനിക്ക് ഇഷ്ടപ്പെടുന്ന പറയാൻ പോകുന്നത് എൻ്റെ റെസിപ്പിയാണ്. പക്ഷേ വീട്ടിൽ മമ്മീൻ്റെ റെസിപ്പി അല്ല, ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. ശ്രുതി ദോശയുണ്ടാക്കാറ് ചെറിയ മാറ്റങ്ങൾ വ്യത്യാസം. ശ്രുതിയുടെ പേപ്പറും ഏരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പൊതിച്ച് പൊതിയാനായിട്ട് ഞാൻ മീൻ എടുത്തിട്ടുണ്ട്. ഇപ്പം മീനിട്ടുള്ളൂ. കറുത്തിരിക്കണതാണ്. എനിക്ക് ഒരുപാട് ഇതുണ്ടാവും. പിന്നെ മറ്റേ മല്ലിപ്പൊടി തപ്പിട്ട് കുറേ സമയം പോയി. ആ ശരി കഴിഞ്ഞ് കഴിച്ചു മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടിയുടെ കറുപ്പ് കളറാണല്ലോ. അതങ്ങനെ അതാണ് കറുപ്പ്, അല്ലാതെ കഴിഞ്ഞില്ല. ഇത്രയും കഴിഞ്ഞിട്ടില്ല. മല്ലിപ്പൊടി തപ്പി കുറച്ചു നേരം തീരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. വെള്ളം കുടിച്ചോണ്ടിരിക്കുക. ഭയങ്കര ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുളി ഞാൻ ഒരു 3 ചെറിയ പീസിട്ടുണ്ട്. കുടമ്പുളി ഇടുന്ന ഇപ്പോൾ വളമ്പുളി ഇടുന്ന ഇപ്പോൾ എന്താ പറഞ്ഞു ഓ സമയം ഇങ്ങോട്ട് വന്നു കറക്റ്റ് വന്നു. ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഫുഡ് സെറ്റായി കഴിക്കാം അല്ലേ? ചൂസിന് പപ്പടം വറക്കണം, മീൻ വറക്കണം, അങ്ങനെ തൊഴിലൊക്കെ ഉണ്ട്. എനിക്ക് മീൻകറി ശായിട്ടുണ്ട്. ആ വറുത്ത ശരിയല്ലേ? ആ ചില വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പായസത്തിൽ ഇറക്കിക്കൊണ്ട് മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ റീല് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം കൊണ്ട് ചറവാണ് ഓരോന്ന് നിർത്താൻ ചിന്തിക്കുക. റീല് നേരത്തെ പോസ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ ശ്രുതി ഇലക്ഷൻ്റെ വീട് നോക്കില്ലാന്ന് വെച്ചിരിക്കുന്നത്. സമയം ഇപ്പോൾ എടുക്കാനായിട്ട് പിന്നീട് പൊതിച്ചോറുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറും പോയിക്കൊണ്ടിരിക്കുന്നു. അളന്ന് വെച്ചാൽ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അല്ലേ ശ്രുതി? അളന്നിടാനാ പ്ലാൻ അല്ലേ? ഒരു ഇത്ര ചോറൊന്നും അളന്ന് മതി. അങ്ങനെയാണ് 7 ചോറുണ്ടാക്കാൻ വേണ്ടി. വേറെ കാര്യം 7 ചോറുണ്ടാക്കാം. ചോറൊക്കെ പൊതി പാത്രങ്ങൾ എടുക്കാണ്ട് എല്ലാം ചെയ്ത് വൃത്തിയാക്കണം അല്ലേ? അങ്ങനത്തെ ഒരു വൃത്തിയൊക്കെ ആയില്ല. കുറച്ച് ആൾക്ക് സമയത്തില്ല. വെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് കൊണ്ടു കൊടുക്കും. കുടിക്ക് നല്ലതാണ്. ഇത് ഉറവായിട്ടപ്പോൾ ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നു. ശരിക്കും അടിച്ചു വൃത്തിയാക്കലുണ്ട്. എൻ്റെ നമുക്ക് ആണെങ്കിൽ കുളിച്ച് പ്രശ്നമാണ്. പാത്രം കുളിച്ചോട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് അതിന് ശേഷം അതൊക്കെ മുകളിലേക്ക് ഫുഡ് കൊണ്ട് കറിക്കും. അതൊക്കെ നമ്മൾ പൊളിച്ചോറും ഇതേപോലെ കിട്ടിച്ചിട്ടുണ്ട്. ആ ലൈറ്റിട്ടോണ്ട് പോയിക്കാൻ മതി. പൊളിച്ചോറ് പൊളിച്ചോറ് ആയിക്കോളും. അതൊക്കെ ആവില്ല. അപ്പോൾ അതാണ് പ്ലാൻ. പൊളിച്ചോറോടെ എലിയിരുന്ന് എലിനതൊക്കെ പിടിക്കട്ടെ അല്ലേ ശ്രുതി? മണം കളയണ്ട. അപ്പോൾ ആ ചോറിനെ ടേസ്റ്റ് വരുള്ളൂ. ശ്രുതി ലൈറ്റിൻ്റെ മണൽ കുടിച്ച് കുറച്ചായിട്ട് മഴയും മുകളിൽ കിട്ടുമ്പോൾ ലൈറ്റിട്ട് പോകാം. അപ്പോൾ നമുക്ക് രാത്രി വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ലൈറ്റിട്ട് പൊളിച്ചോറ് വെച്ചിട്ട് പോകാൻ വെച്ച്. ഞാൻ ആവശ്യം എന്നെ ലൈറ്റിട്ട് പൊളിച്ചോറ് വെച്ചിട്ട് പോകാൻ വെച്ച്. ഇന്ന് മറ്റേ മുട്ടയോ അടവെക്കാനായിട്ട് ലൈറ്റിട്ട് വെക്കാനായിട്ട് മറ്റേ മഞ്ഞ ലൈറ്റിട്ട് വെക്കാനായിട്ട് വൃത്തിയാക്കട്ടെ. എന്നൊക്കെ വൃത്തിയാക്കി പോകണം. അതിലേക്ക് അടുപ്പ് പോകുകയാണ്. പ്ലാസ്റ്റിക് കൂടി ഉണ്ടായിട്ട് മുട്ടത്തോടും അവിടെ ബസ്മതിയുടെ പോക്കറ്റ് ബസ്മതിയുടെ മറ്റേ ബസ്മതിയുടെ പാക്കറ്റും ഒക്കെ ഉണ്ട്. ബസ്മതിയുടെ പാക്കറ്റ് പ്ലാസ്റ്റിക് അല്ല, അത് മറ്റേ കാർഡ്ബോർഡിൻ്റെ പാക്കറ്റ് അല്ലേ?
അത് കാർഡ്ബോർഡ് പേപ്പർ പേപ്പർ പാക്കറ്റാണ്, പ്ലാസ്റ്റിക് അല്ല. പിന്നെ എൻ്റെ അലുമിനിയം കോയിൽ പേപ്പറാണ്, അത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വേസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വേസ്റ്റ് വെച്ചായിരുന്നു. തകർത്ത് പുതുമിച്ചുകൊണ്ടിരിക്കുന്നത് കുടിച്ച് ഫ്രഷായിട്ട് വേണം നമുക്ക് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടിനെ കുറിച്ചൊരു 4 ആൾക്ക് നമ്മളെ കൊണ്ട് പറഞ്ഞു പറ്റാം. അതാണ് അതിനായിട്ട് കാര്യം. ഇന്ന് ശ്രുതി നല്ല പണിയെടുത്ത് അതും അതാണ് ഫ്രണ്ട്സിന് വേണ്ടി. ശ്രുതി അങ്ങനെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ എല്ലാം ചെയ്യും. ശ്രുതി ഫ്രണ്ട്സിന് വേണ്ടി ജീവൻ വരെ കൊടുക്കും അല്ലേ ശ്രുതി ഫ്രണ്ട്സിന് വേണ്ടി ജീവൻ വരെ കൊടുക്കുന്നു. ജീവൻ കൊടുക്കൂലേ? ഒരു കാലത്ത് ഈ പറഞ്ഞ ഒരു നേരത്തെ വെള്ളം കിട്ടണം എനിക്ക് ആ വീട്ടിൽ ഇവിടെ പട്ടിണിയാണെങ്കിലും അവിടെ നിന്നെങ്കിലും 2 കൊഴുക്കട്ട ആണെങ്കിൽ കൊഴുക്കട്ട കിട്ടും. അത് പറഞ്ഞു ബസ് കാരയില കൊണ്ട് കൊഴുക്കട്ടയൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഉണ്ടാക്കി തരാൻ കേട്ടോ അവിടെ കാരയില പിടിച്ചില്ല. അത് ശരിക്കും ആയുർവേദമാണ്. കാരക്കല്ല, ഇതൊരു ആയുർവേദം. ശരിക്കും പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കും. എല്ല് അതുപോലെ തന്നെ ശരീരത്തിന്റെ നമ്മുടെ ഓരോ ശരീര പാർട്സും ഒക്കെ ഒന്ന് ബലപ്പെടാനും, പിന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ വെള്ളപ്പൊക്ക് അല്ലെങ്കിൽ ഈ വെള്ളം കുടിക്കാത്തോണ്ടെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ മാറാനൊക്കെ നല്ലതാണ്. ഞാൻ കാണിച്ചില്ല. അപ്പോൾ ശ്രുതി ഇതുപോലെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോലെ ആയുർവേദ ടിപ്സൊക്കെ പറയുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോ കേസ് ഉപകാരപ്പെടുന്ന സംഭവങ്ങളായിരിക്കും. ശ്രുതി സത്യമായിട്ടുള്ള നല്ലത് മാത്രമേ പറയുള്ളൂ, അങ്ങനെ അല്ലാതെ നമുക്ക് ശ്രുതി പിന്നെ ആയുർവേദത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പല നാട്ടിലും പല പേരൊക്കെ ആയിരിക്കും പറയുന്നത്. പിന്നെ എന്താ പറയാ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ആ ഇല കിട്ടാനില്ലാതെ വന്നിട്ട് അവിടെ നിന്ന് മൂടോടെ എത്തിക്കൊണ്ട് പോയിട്ടൊക്കെ ഭയങ്കര പ്രശ്നമായതാണ്. ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ പാസ്സായി. അപ്പോൾ നമുക്ക് തൈ കൊണ്ടുവരണം നമ്മുടെ മുമ്പിൽ. ഞാൻ ഇന്നലെ പറഞ്ഞു മാമിയുടെ കമ്പ് വേണം, കമ്പ് വെച്ചാൽ നടുവോ? പള്ളി പോയത് മുള്ളുണ്ട്, അതിന്റെ ഇലയ്ക്ക് മുള്ളുണ്ട്, അതിന്റെ നാരൊക്കെ കളഞ്ഞിട്ട് ആ ഇല ഉണ്ടാവില്ല, അത് മാത്രമാണ് വെക്കാൻ. നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവും. ശരിക്കും ആ ഒരു പച്ചപ്പിന്റെ ഒരു ഇതുണ്ടാവില്ല. ഈ വാഴയിലൊക്കെ അവിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് വരില്ലേ ചവച്ച് കഴിഞ്ഞാൽ, അതുപോലെയാണ്. പക്ഷെ അത് നല്ലതാണ് ശരീരത്തിന്, നല്ല കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മത്സരത്തെ വൃത്തിയാക്കി ചെയ്യുന്നത്. അപ്പോൾ അതാണ് കുക്കിംഗ് കഴിഞ്ഞിട്ട് എന്നിങ്ങനത്തെ നമ്മുടെ കുക്കിംഗ് വേണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കുള്ളൂ. പിന്നെ കുക്കിംഗ് എടുക്കണം കഴിക്കുന്നു, പക്ഷെ ബാക്കി വൃത്തിയാക്കണമെന്ന് എടുക്കുന്നില്ല. ആ പ്രശ്നം പോയത് അതാണ് പലരും പറഞ്ഞത് വൃത്തിക്കാക്കുന്നില്ല, വൃത്തിക്ക് സൂക്ഷിക്കുന്നില്ല കിട്ടുമ്പോൾ. ആ തേങ്ങ ഇട്ടിട്ട് പച്ച തേങ്ങ നല്ല തേങ്ങ, അത് ആദ്യം ഉണങ്ങിയ തേങ്ങയൊക്കെ തീരട്ടെ, പക്ഷേ പച്ച തേങ്ങ എടുക്കാം കേട്ടോ. ചെറിയ തേങ്ങയില്ല, നല്ല തേങ്ങ. ഞാൻ പുറത്തെ സൈഡിൽ പോയി പറഞ്ഞു എണ്ണ തന്നെ ആത്ത് വെക്കാം, ആത്തുണ്ടാകാൻ സ്വപ്നം പുറത്ത് ശരിയാവില്ല. എണ്ണയാണ് വലിയ എല്ലാം കഴിഞ്ഞ കേസ് അതൊക്കെ കുളിച്ച് പ്രശ്നമില്ല, അതൊക്കെയല്ല കുളിച്ച് പ്രശ്നമില്ല അല്ലേ? അത് നാളെ എടുക്കാം. ഓൾറെഡി കുറേ ഫലം എടുത്ത് സൂചി സത്തിരിക്കാണ്ട് എടുക്കാനായിട്ട് ആഴ്ച കൂടുതൽ പണി എടുത്തിട്ട് സൂചി സാധനത്തിൽ എടുക്കാത്താണ് ഇന്നത്തെ എടുത്തിട്ടുണ്ട്. ചൂടൊക്കെയുണ്ട് ഉണ്ടാക്കിയിട്ട് പാത്രം എവിടെ പൊരിക്കുക. സൂചി പാത്രം കഴിക്കുമ്പോഴേക്കും ഞാൻ തോർത്തൊക്കെ എടുത്ത് ചെന്നിട്ട് നമ്മൾ കുളിച്ച് പ്രശ്നപ്പാവണം കഴിച്ചാൽ വെള്ളം കുറഞ്ഞ് കുളിച്ച് പ്രശ്നപ്പാവണം. പിന്നെ നമ്മുടെ ഒരു പാത്രം മിസ്സിങ് ആയി കേസ്, കാരണം ഞാൻ കാണിച്ചത് ഇത് മാത്രം നമ്മൾ പുതിയ പാത്രം വാങ്ങിച്ചത് 3 വാങ്ങിച്ചാണ്. അത് ആ കിണ്ണം 2 ഉള്ളൂ, വളരെ മിസ്സിങ് ആണ്. അപ്പോൾ പാത്രമില്ല, അത് ആർക്കും കൊടുത്തത് ഫുഡ് കൊണ്ടുപോയിട്ട് അല്ല മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ കൊടുത്തു, പാത്രം മാറി പോയാൽ കൊടുത്തിട്ട് ഇന്നലെ കൊണ്ടുപോയി കൊടുത്തത് ഉറപ്പാണോ? നമ്മളെ 2 പാത്രം കേസ്, ഒരു പാത്രം മിസ്സിങ് 3 മാത്രം ഉണ്ടായിരുന്നു, അടപ്പുമില്ല. എന്താണ് ആരൊന്ന് അടിച്ചടി കൊണ്ടുവരാണെങ്കിൽ അതിൻ്റെ ഗതിയിലൊക്കെ നഷ്ടപ്പെടാൻ എന്നിട്ട് കോൺഗ്രസ് സ്ഥാപിച്ചിട്ട് അത് നമുക്ക് കൊടുത്ത് കുറിച്ച് പ്രശ്നമാണ്. നമ്മളെ ചെറിയ സാധനങ്ങൾ അടിച്ചിട്ട് കൊടുക്കും എപ്പോഴും ആരോ ഈ താല്പര്യത്തിൽ പറയുമ്പോൾ എന്തായാലും നമ്മുടെ ഒരു പാത്രം മിസ്സിങ്. പക്ഷേ എന്ത് കഷ്ടമാണ് മുക്കിയ കേസ്, കള്ളന്മാരെ കൊണ്ട് ശല്യമാണ്. പാത്രം വെറും 20-30 ചെറിയ പാത്രമാണ് ആ അടിച്ചിട്ട് കൊണ്ടുപോയത്. പാത്രം പോട്ടെ 30 ചെറിയ പാത്രം പോയി, കുഴപ്പമില്ല. എന്തായാലും കള്ളന്മാരെ കൊണ്ട് ശല്യമാണ്. എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയതൊക്കെ ഇവിടെ നിന്നപ്പോൾ കുഴപ്പമില്ല, കൊണ്ട് കയ്യില്ല പോയത് ഇരിക്കുന്ന പാത്രം നമ്മുടെ പാത്രമാണ് വെച്ചാൽ അതിലേക്ക് നമ്മൾ അത് പഴയ പാത്രമാണ്. നമ്മൾ ശ്രുതി കൈക്കൊണ്ടിരിക്കുന്ന 2 കൂടെ ഒരു പുതിയ പാത്രം മിസ്സിങ്, അത് നല്ല സാധനം വെച്ചിരുന്ന പാത്രമായിരുന്നു. പോട്ടെ, നമ്മൾ എന്തെങ്കിലും കുഴമ്പ് കൊണ്ട് എടുത്ത് വെച്ച പ്ലാൻ ഉണ്ടായിരുന്ന പാത്രമാണ്. ഞാൻ ഓരോരുത്തരം വാങ്ങിക്കണമെന്നുള്ളൂ. ഇഷ്ടത്തെ പൊടിച്ചോറ് കവറിലാക്കി പിന്നെ ശ്രുതി ഗിഫ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് വന്നിട്ട് എടുത്താൽ പോരെ, ഇപ്പോൾ എടുക്കണം ആയിക്കോട്ടെ. പിന്നെ കറിയും പായസമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ മോളിൽ പോകണം, മോളിലേക്ക് ടോർച്ചൊക്കെ എടുത്താൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരില്ല, രാത്രി വീടും തിരിച്ച് നമ്മൾ പൊതിച്ചോറ് അവിടെ നിന്ന് കഴിക്കോളൂ. എൻ്റെ മുന്നേ എല്ലാം എനിക്ക് തെറ്റാണ്, കാരണം നീരെ കവർ ഞാനാണ് പിടിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ പോവാം, നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് പൂച്ച കഴിക്കാം, അതൊക്കെ വലിയ അപ്പം എടുക്കാം അല്ലേ ശ്രുതി? പൂച്ചോറ് അൺബോക്സിംഗ് ഒക്കെ അപ്പോഴാണ് ഇതെന്താ ചെയ്തില്ലേ? നാളെ പോ
പുതിയ ആവർത്തി നമ്മൾ നമുക്ക് എക്സ്പ്രസ് ആണല്ലോ, എത്ര സാധനം കഴിഞ്ഞില്ല സുഖ എക്സ്പ്രസ് ആയിട്ട് പോകും. ഞാൻ സംസാരിച്ച പലർക്കും വീഡിയോ എടുക്കാൻ മനസ്സിലാവില്ല, നടന്നുകൊണ്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നോക്കട്ടെ, നമുക്ക് റെഡിയാക്കാൻ പറ്റും, നോക്കട്ടെ ഗൈസ്, ട്രൈ ചെയ്യാം. വെള്ളം ഉത്തരം ഉദാഹരണമായി കാണുന്ന കുട്ടികളില്ല, ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കുട്ടികൾ ഇഷ്ടംപോലെ കഴുകുന്ന വന്നമാർ കുറിച്ചുകൊണ്ടിട്ടേക്കാണ്. അങ്ങനെ ഇരിക്കുന്നു. നമ്മൾ ചോറ് കഴിച്ചു തുടങ്ങി ഗൈസ്. ഇലയിലെ സ്മെല്ല് വരുമെന്ന് വിചാരിച്ചിട്ട് എത്ര നേരം ഇരുന്നത്. അപ്പം ആദ്യം അവിടെ നിന്ന് കഴിക്കുന്നത് അത് ഇത്രേ കാര്യമുള്ളതാണ്. എന്തായാലും അവൾക്കാണെങ്കിൽ ഗിഫ്റ്റ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കണം, അവിടെ ഒളിച്ച് വെച്ചിരിക്കണം. നമുക്ക് പിള്ളേരൊക്കെ വന്നിട്ടൊന്ന് തങ്കച്ചാത്ത് സംസാരിക്കാൻ കഴിക്കും. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് കൊച്ചാത്ത നമ്മൾ പരിഗണിക്കുന്നതാണ്. ഇതിനകത്ത് എനിക്കറിയാം, നമ്മളെ സൂചന വെച്ച് ഗിഫ്റ്റ് എന്തായാലും തുറന്നു നോക്കട്ടെ, കാണാമല്ലോ. ബോക്സ് എനിക്കാണ് വലിയ ബോക്സാന്ന് തോന്നുന്നു. അതാണ് സാധനം, അതന്നെ. ഓ കാണൂല. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു, നേരെ ഇനി പോകാം. ഞാൻ വെട്ടടിച്ചതാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റൂലല്ലോ. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾ? ആ ഷർട്ട് മാത്രം കാണാം. അപ്പം പോകാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും പോകാം. അല്ല ഇന്ന് വരും, നമ്മൾ പോണ കണ്ടിട്ടില്ല. അപ്പം എന്തായാലും നന്നായിട്ട് കിട്ടി. ഇന്ന് ശരിക്കും 9 മണി കഴിഞ്ഞു പോകാൻ. എന്തായാലും പോകാം. നമ്മൾക്ക് പോയിട്ട് കിടന്നുറങ്ങാം. ഫുഡൊക്കെ നമ്മൾ കഴിച്ചതാ, അതാണ്. ഫൈനലി നമ്മൾ വീടെത്തിരിക്കുന്നത്. യെസ്, കാണുന്ന വെട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങെത്തി ചുറ്റിക്കറങ്ങി. ബാ 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 പരിപാടികളുണ്ട്. കുറച്ച് ചോറ് നമ്മൾ പൂച്ചോറ് 2 പൂച്ചോറുണ്ട് അല്ലേ, നമുക്ക് 2 പൂച്ചോറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പായസം കുറച്ച് ചൂടാക്കേണ്ട സ്ഥിതി, സാമ്പാർ ചൂടാക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കാം. രാത്രിയിലെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല. അവർ ഞാൻ ഭക്ഷണം സാമ്പാർ കുറച്ച് വേണം വരും, കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കാശ് സാമ്പാർ കൂടി കഴിക്കാം. നേരിട്ട് ഞങ്ങൾ ശരിക്കും ഇപ്പോഴാണ് അവർ കഴിച്ചതല്ലേ. അവർ കഴിച്ചപ്പോൾ ഞങ്ങൾ കഴിച്ച് കേടായി പോയി കഴിച്ച് ഭാഗ്യം കേടായി പോയിട്ടില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയപ്പോൾ ഞാനും തങ്കച്ചും ശ്രുതിയോട് കഴിച്ചു. പക്ഷേ ബാക്കി ചേച്ചിയും പിള്ളേർ എല്ലാം ഡേറ്റായി പോയി. പിള്ളേർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, പൂജ തുറന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് സാധനം എല്ലാം മണമൊക്കെ അടിച്ചില്ലേ. അപ്പോൾ ഇറങ്ങി വന്നത് നമ്മുടെ ഇവിടെ 2 പൂച്ചകൾ ബാക്കിയിട്ടില്ല പോയത്. പിന്നെ ഇനി ബാക്കി 3 പൂച്ചകളുണ്ടോ ചേച്ചിക്കും ആ പൈനും കൂടി ഉള്ളത്? 3 ഉണ്ടായിരുന്നോ? ആ കുഴപ്പമില്ല, കാരണം അവർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് നമ്മൾ വേസ്റ്റ് ആവാതെ ഉറപ്പാണ്. അതെ അതെ, നമുക്കിവിടെ ഒന്നും വേസ്റ്റ് ഇല്ല. ഞാൻ ഉദ്ദേശിച്ചു അവിടെ പൂച്ചോട്ട് അവിടെ വേസ്റ്റ് ആവില്ല, അത് നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. കഴിക്കാൻ ആവശ്യം അത് കിട്ടി, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സന്തോഷമായി. അതെ അതെ, അത് മാത്രമേ പറ്റാതെ അവർക്ക് മാച്ച് അവർ പോയി. മറ്റേ കോക്കോ കളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ചൂടായിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വ്ളോഗ് നിൽക്കും ഉണ്ടാവില്ല, കാരണം ഉച്ചയോട്ട് വൈകിട്ട് അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. സുഖം. പിന്നെ കേക്ക് മുറിച്ചില്ല ബർത്ത്ഡേ ആയിട്ട് ട്രൈ ചെയ്ത. പിന്നെ മോൾക്ക് ഗിഫ്റ്റ് കൊടുത്ത്, ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, സുഖി വാങ്ങിച്ച ഗിഫ്റ്റ് സുഖി കാണും. എന്നെ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഗിഫ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ആ ഡ്രസ്സ് പക്ഷേ ചെറുതായി പോയിട്ടല്ലേ സുഖി, ഞാൻ അപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ അത്രയും ടൈറ്റായിട്ട് കിടക്കുന്നു ഷൂട്ട് കൊടുക്കണം. പിന്നെ പാൻറ് എടുത്തത്, പാൻറ് ടൈറ്റ് ആയിരിക്കണം. നിൽക്കാൻ നോക്കിയാലും പാൻറ് ടൈറ്റായി പോയി. അതുകൊണ്ട് അവൾക്ക് ഇട്ടിട്ട് ഓക്കെന്ന് പറഞ്ഞു. എന്തായാലും നോക്കാം. ഇനി നമുക്ക് ആശുപത്രി കിട്ടാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാം.
ഓ എന്നെ ഒരു അത്തറിൽ ഒതുക്കിയത്. അല്ല അവൻ്റെ ബർത്ത്ഡേ നമുക്ക് അവൻ്റെ ബർത്ത്ഡേ നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. അറിയാതെ പോയതാണ്. അവൻ്റെ ബർത്ത്ഡേ നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് വിളിച്ചു വന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞു അല്ലേ? അവിടെ വീട്ടിൽ പോകുമ്പോഴാണ് പറഞ്ഞത് ബർത്ത്ഡേ. ബർത്ത്ഡേ പിന്നെ നമ്മൾ ബർത്ത്ഡേ വിളിച്ച് ഇവിടെ അത്ര കൊടുക്കുന്നു കൊടുത്തു. ഇവിടെ നമ്മള് ഒരു ഭാഗ്യത്തിന് ഒരു അത്തറ ഒരു സ്റ്റിക്കേഴ്സും ഉപയോഗിക്കാതെ നമ്മൾ എടുത്ത് വെച്ചിരുന്നു. ഞാൻ എപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്നില്ല ഒരു സാധനം. അതെ അതെ അങ്ങനെ അത്തറും ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ കൂടി. ഓൾറെഡി ഒരു അത്തർ ഉപയോഗിച്ച് വെച്ചിരുന്നു. അത് തീർന്നിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന അത്തറ്. അപ്പൊ ഞാൻ വെച്ചത് പക്ഷെ അവൻ ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടം. പക്ഷെ അത് എന്റെ ഫേവറേറ്റ് ഫ്ലേവറാണ്. ഞാൻ ഇച്ചിരി അലർജിക്ക് ഞാൻ വെച്ചിട്ട് ഇപ്പോൾ കൊടുത്തത് ജാസ്മിൻ അമ്മ കൊടുത്തത്. അമ്മ എടുത്ത് ജാസ്മിനാണ്. പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അവൾക്ക് ജാസ്മിൻ വലിയ ഇഷ്ടമുള്ളത്. പക്ഷേ എനിക്ക് ജാസ്മിൻ അത്ര ഇഷ്ടമല്ല. സുഖിച്ചിന് ജാസ്മിൻ അത്ര ഇഷ്ടമല്ല. പക്ഷേ എന്നാലും നമ്മൾ പിള്ളേർക്ക് ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന മനസ്സിലാക്കി വാങ്ങിച്ചത്. ആ പിള്ളേർക്ക് ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന അറിയാമായിരുന്നു. ആ ഉദ്ദേശം വാങ്ങിച്ചത്. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഫൈനലി ആഴ്ച ഭക്ഷണം കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്? ഇപ്പോഴല്ലേ സെറ്റായത് അല്ലേ? നമുക്കിന്ന് പൊളിച്ചോറിൽ എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ മീൻ വറുത്തതുണ്ടായിരുന്നു, ചമ്മന്തി, ബിഴുക്കുവരട്ട്, അവിയൽ, മുട്ട പൊരിച്ചത്, ചോറ്, സാമ്പാർ. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് സ്റ്റേ ആയിരുന്നു. ബൈ ഫ്രം ആജയ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓടുന്ന ബെല്ലൈക്കൺ കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഇടുക. നമ്മൾ അതിനുള്ള അഭിപ്രായത്തിന് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് മറുപടി പറയുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു വ്ലോഗുമായിട്ട് വരുന്നവരെ ബൈ.